അഞ്ജന, സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാലിൽ പൊങ്കാലയ്ക്ക് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നു. 13-ാം തീയതിയാണ് പൊങ്കാല. ഇനിയുള്ള ദിനങ്ങളൊക്കെ തന്നെ അവിടെ സ്ത്രീകളുടെ ശബരിമലയായി മാറും. ആയിരക്കണക്കിന് സ്ത്രീജനങ്ങളാണ് ആ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. വിവിധ ജില്ലകളിൽ നിന്നും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെയായി നിരവധി ഭക്തർ പൊങ്കാലയിടാനായി അങ്ങോട്ടേക്ക് എത്തും. നിരവധി പേർ ഇപ്പോൾ തന്നെ അടുപ്പുകൾ തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും അവർ സ്ഥലം പിടിച്ച് തുടങ്ങുകയാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആറ്റുകാൽ തിരുവനന്തപുരം ഭാഗത്താണെങ്കിൽ പോലും കേരളത്തിലുള്ള എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ അത്രയധികം ഭക്തി നിർഭരമാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഏതു ഭാഗത്താണെങ്കിലും ഇപ്പൊ തന്നെ എനിക്കൊന്ന് തിരക്കായി കഴിഞ്ഞു. എല്ലാവരും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി വ്രതം നോറ്റ് എത്രയും പെട്ടെന്ന് തന്നെ എത്തി ആറ്റുകാൽ അമ്മയെ കാണുക. അത്രയും ഭക്തി നിർഭരമായി തന്നെ തിരുവനന്തപുരവും ആറ്റുകാൽ അമ്മയുടെ ക്ഷേത്ര സന്നിധിയും മാറിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അനന്തപുരി യാഗശാലയായി മാറാൻ ഇനി 4 നാളാണ്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇക്കുറി ഒരുക്കിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകാനായിട്ട് പ്രശാന്ത് ചേരുന്നുണ്ട് ആറ്റുകാൽ സന്നിധിയിൽ നിന്നും. പ്രശാന്ത്, എന്തൊക്കെയാണ് കൂടുതലുള്ള വിശദാംശങ്ങൾ? കാരണം നമുക്ക് ഓരോ ദിവസവും എനിക്ക് തോന്നുന്നു പുത്തൻ പുലരി നമ്മൾ തുടങ്ങുന്നത് തന്നെ ആറ്റുകാൽ അമ്മയുടെ ആ ഒരു പേരിൽ നിന്ന് തന്നെ, ആ ഒരു വാർത്തയോടനുബന്ധിച്ച് മണ്ഡലകാലത്ത് ശബരിമലയിൽ നിന്ന് തുടങ്ങുന്നത് പോലെ തന്നെ ആറ്റുകാൽ ഉത്സവ സമയത്ത് നമ്മൾ ആറ്റുകാലിൽ നിന്ന് തുടങ്ങും. ശബരിമലയിൽ നമ്മൾ സ്വാമി ശരണമെന്ന് പറയും, ഇവിടെ നമ്മൾ ദേവി ശരണമെന്ന് പറയും. പ്രശാന്ത്, വിനോദും അഞ്ജനയും പറഞ്ഞതുപോലെ തന്നെ വലിയ തിരക്ക് ഇവിടേക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് 5-ാം നാളാണ്, ഉത്സവത്തിൻ്റെ 5-ാം ദിവസമാണ്. 5-ാം ദിവസം അതോടൊപ്പം തന്നെ ഞായറാഴ്ച കൂടിയാണ്. വലിയ തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി 4 ദിവസം മാത്രമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഭക്തർ നേരത്തെ ക്ഷേത്രത്തിലേക്ക് എത്തുകയും ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യും. ദർശനം നടത്തി ആ പൊങ്കാല ദിവസത്തെ തിരക്കുകൾ കണക്കിലെടുത്തുകൊണ്ട് ദർശനം നടത്താൻ സാധിക്കാത്തവരടക്കം ഇനിയുള്ള ദിവസങ്ങളിൽ അമ്മയുടെ ദർശനം കണ്ട് സായുജ്യം അറിഞ്ഞതിന് ശേഷം പൊങ്കാലയിലേക്ക് കടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു വലിയ തിരക്ക് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഭക്തരുടെ ഒരു നീണ്ട നിര ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് വരികയാണെങ്കിൽ ക്ഷേത്രം നട തുറക്കുന്നത് 4:30 ഇന്ന്. എല്ലാ ദിവസവും 4:30 തന്നെയാണ് നട തുറക്കുന്നത്. ഇന്നത്തെ പൂജാക്രമവും പള്ളിയുണ്ണത്തിലൂടെയാണ് നട തുറക്കുന്നത്. തുടർന്ന് നിർമ്മാല്യ ദർശനമുണ്ട്. അതിനുശേഷം അഭിഷേകം, ദീപാരാധന, ഉഷപൂജ, തുടർന്ന് ഉഷപൂജ, ദീപാരാധന, ഉഷശ്രീബലി, കളഭാഭിഷേകം തുടങ്ങി ക്ഷേത്രത്തിലെ ഓരോ ആചാര അനുഷ്ഠാനങ്ങളും തുടരുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇപ്പോഴും അതിനുശേഷമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന നെയ്വിളക്കിലടക്കം ഭക്തർ തിരികൊളുത്തുവാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. വലിയൊരു ഭക്തിയുടെ ഒരു ലഹരി തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവിടെ നിന്ന് അനുഭവിച്ചറിയാൻ കഴിയുന്നത്. നിരവധി ഭക്തർ, ഏറ്റവും കൂടുതൽ സ്ത്രീ ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അത്രയും ഒരു ശബരിമലയ്ക്ക് തുല്യമായിട്ടൊരു പവിത്രവും പുണ്യവുമായിട്ട് തന്നെയാണ് ഈ ആറ്റുകാൽ ദേവീക്ഷേത്രവും ആ പരിസരവും കാണുന്നത്. പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് തന്നെ വലിയ തിരക്കാണ്. നമുക്കറിയാം, പൊങ്കാലയ്ക്ക് എത്തുന്ന ആളുകളുടെ ഒരു തിരക്ക് നമുക്കറിയാം. അതോടൊപ്പം തന്നെയാണ് ഈ ഉത്സവം ആരംഭിച്ചാൽ തന്നെ ദേശദേശാന്തരങ്ങൾ താണ്ടി ഈ ആറ്റുകാൽ അമ്പലത്തിൻ്റെ, ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൻ്റെ കീർത്തി ദേശദേശാന്തരങ്ങളോളം താണ്ടിയതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ പൊങ്കാലയോടനുബന്ധിച്ച് തന്നെ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഉള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതായത് ഒരാഴ്ച മുമ്പേ തന്നെ എത്തുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രസന്നിധിയിൽ പൊങ്കാല അർപ്പിക്കണമെന്നൊരു വലിയ ആഗ്രഹമുള്ളവരായിരിക്കും ഒട്ടുമിക്ക ആളുകളും. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനോട് സമീപത്തുള്ള പ്രദേശങ്ങളിലെല്ലാം എത്തുകയും അവിടെയെല്ലാം പൊങ്കാല അർപ്പിക്കുവാനുള്ള ആ കല്ല് അടുപ്പ് കൂട്ടി വെക്കുകയോ അല്ലെങ്കിൽ പേരെഴുതി വെക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആളുകൾ എത്തും. അതോടൊപ്പം തന്നെയാണ് ഈ ഭക്തരുടെ ഇന്ന് ഞായറാഴ്ച കൂടി ആയതോടുകൂടിയാണ് വലിയ തിരക്ക് നമുക്ക് ഇവിടുന്ന് അനുഭവിച്ച് അറിയാൻ കഴിയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊങ്കാലയിലേക്ക് കടക്കുമ്പോൾ പൊങ്കാല ദിനത്തിൽ അമ്മയുടെ ദർശനം നടത്തുന്നത് വലിയ ബുദ്ധിമുട്ടാവും. കാരണം പൊങ്കാല അർപ്പിച്ചതിന് ശേഷം ദർശനം കണ്ട് മടങ്ങുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഭക്തർ എത്തുകയും ഈ ദർശനം
അമ്മയുടെ ദർശനം കണ്ടതിന് ശേഷം തുടർന്ന് പൊങ്കാല ദിവസം എത്തി പൊങ്കാല അർപ്പിക്കാം എന്നൊരു ചിന്തയിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ്. ഇത് ഞായറാഴ്ച കൂടി ആയതോടുകൂടി തിരക്ക് വലിയ രീതിയിൽ അനുഭവപ്പെടുന്നു. പോലീസുകാരടക്കം അതിനെ നിയന്ത്രിക്കാൻ പാടുപെടുന്നൊരു അവസ്ഥയുമുണ്ട്. ഏറ്റവും കൂടുതൽ എത്തുന്നതും സ്ത്രീകളാണ്, അമ്മമാരാണ്. അതുകൊണ്ട് തന്നെ അവരെ കാത്തിരിപ്പിൻ്റെ ഒരു നിമിഷം കൂടിയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ, അതായത് നട തുറക്കുന്ന ആ സമയം മുതൽ തന്നെ രാവിലെ 4:30 വരെ 30 മുതൽ തന്നെ വലിയ തിരക്ക് ഇവിടെ നിന്ന് അനുഭവിക്കാൻ കഴിയുമായിരുന്നു. നമുക്ക് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തലേ ദിവസം തന്നെ ഭക്തർ ഇവിടേക്ക് എത്തുകയും ഈ ദർശനത്തിനുള്ള ക്യൂവിലേക്ക് കാത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുമൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്തായാലും വലിയ തിരക്ക് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇന്നത്തെ 5-ാം ദിവസത്തിലേക്കാണ് ഉത്സവം കടക്കുന്നത്. ഇനിയൊരു 4 ദിവസം ആണ് ഇനി. തുടർന്നുള്ള 4-ാം നാളാണ് പൊങ്കാല മഹോത്സവം നടക്കുന്നത്. നിരവധി അമ്മമാർ, ഭക്തരെല്ലാം ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്കിവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. നിരവധി പേരാണ് ഈ അമ്മയുടെ ദർശനം കണ്ട് സായുജ്യമടയുവാനായിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. വലിയ തിരക്കും പോലീസ് അതിനെ നിയന്ത്രിക്കാനുള്ള പോലീസ് സന്നാഹവും ഇവിടെ സജ്ജമാണ്. വനിതാ പോലീസ് അടക്കമുള്ളവരെ സജ്ജീകരിച്ചിട്ടുണ്ട്. സുരക്ഷ ഉറപ്പാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്കായിട്ട് വനിതാ പോലീസ് അടക്കമുള്ളവരെ ഇവിടേക്ക് സജ്ജമാക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഒരു ആവശ്യകത ഏറ്റവും കൂടുതൽ സ്ത്രീകൾ എത്തുന്നത് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ക്രമീകരണങ്ങളും ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ വലിയ ഒരു തിരക്കം കാണാം. അല്പസമയത്തിനുള്ളിൽ ഈ ദർശനത്തിലേക്ക് ആളുകൾ കടന്നു പോകും. പൂജാക്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. തോറ്റംപാട്ട് അല്പസമയത്തിനുള്ളിൽ ഇവിടെ ആരംഭിക്കും. 7 മണിയോട് കൂടിയാണ്, 7 മണി കഴിഞ്ഞതിന് ശേഷമാണ് തോറ്റംപാട്ട് ആരംഭിക്കുക. ദേവിയുടെ ചിലമ്പുമായി പോകുന്ന കോവലനെ മധുര നഗരിയിലെ സ്വർണ്ണപ്പണിക്കാരൻ കാണുന്നതുമായി ബന്ധപ്പെട്ടുള്ള അതും അതോടൊപ്പം തന്നെ ആ സ്വർണം ആ ചിലമ്പ് പിടിച്ചെടുക്കുന്നതും അതിൽ കുറ്റം ചെയ്തില്ല മറച്ചു വയ്ക്കാൻ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചതെന്ന് മുദ്ര കുത്തുന്നതും അടക്കമുള്ള ആ ഭാഗം, ആ ചിലപ്പതികാരത്തിലെ ഈ കണ്ണകി ചരിതവുമായി ബന്ധപ്പെട്ട ചിലപ്പതികാരത്തിലെ ആ ഭാഗമാണ് ഇന്ന് തോറ്റംപാട്ടിലൂടെ ഈ തോറ്റംപാട്ട് കലാകാരന്മാർ ദേവിക്ക് മുന്നിൽ അർച്ചനയായി സമർപ്പിക്കുക. തുടർന്ന് ഇങ്ങോട്ട് മറ്റ് പൂജാക്രമങ്ങളും ക്ഷേത്രസന്നിധിയിൽ ഉണ്ടാവും. ഈ പ്രധാനമായും ഈ പരമാവധി ഭക്തരുടെ ദർശനം കണ്ട് അല്ലെങ്കിൽ ദർശനത്തിനുള്ള സായുജ്യം അടയുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൻ്റെ ഒരു ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട്. ഭക്തരും അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. അതോടെ പ്രാർത്ഥനാ നിർഭരരായി അക്ഷമരായി ഈ ക്ഷേത്രസന്നിധിയിൽ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടുന്ന് പങ്കുവയ്ക്കാൻ കഴിയും. പരമാവധി ആളുകൾ ഇവിടേക്ക് എത്തി ദർശനം സായുജ്യം നേടുകയും ചെയ്യും. നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ ഈ അതിൻ്റെ ഒരു എത്രത്തോളമുണ്ട് ക്യൂ എന്നത്, അല്ലെങ്കിൽ ഈ കാത്തു നിൽക്കുന്ന ഭക്തരുടെ എണ്ണം എത്രത്തോളം അവിടെ അനുഭവപ്പെടുന്നത്. നേരത്തെ പ്രശാന്ത് പറഞ്ഞല്ലോ. പ്രശാന്ത്, ഭക്തരുടെ ആരുടെയെങ്കിലും 1-2 പ്രതികരണങ്ങൾ കൂടി ലഭിക്കുമോ? കാരണം ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദൂരദിക്കിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അവരുടെ ആതിഥ്യ മര്യാദ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ഒരു കാലം കൂടിയാണ് ഈ പൊങ്കാല ഉത്സവത്തിൻ്റെ സമയം. എല്ലാവരും അവരുടെ വീടുകളും പരിസരവും ഒക്കെ പൊങ്കാല അടുപ്പിനായി സജ്ജീകരിച്ച് അവർ തന്നെ അവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ദിനങ്ങളാണ്. അപ്പോൾ ഭക്തരുടെ പ്രതികരണങ്ങൾ കൂടി ലഭിക്കുമോ പ്രശാന്ത്? വിനോദ, തീർച്ചയായും നമുക്ക് ശ്രമിക്കാം. ചേച്ചി എവിടെ നിന്നാണ് ചേച്ചി വരുന്നത്? ഞാൻ ബാംഗ്ലൂർ. ആദ്യമായിട്ടാണോ വരുന്നത്? അല്ല, എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല, എല്ലാ വർഷവും വരാറില്ല. പൊങ്കാല അർപ്പിച്ചിട്ടല്ലേ പോകും? അങ്ങനെയാണ്? ഇല്ല, ഞാൻ ഇന്ന് തിരിച്ചു പോകും. ഇന്ന് തന്നെ ദർശനം നടത്തി തിരിച്ചു പോകും. ചേട്ടൻ എവിടെ? തിരുവനന്തപുരത്ത്. ചേച്ചി ഒറ്റശ്ശേരമംഗലം വാഴ്ചൽ. ഇപ്പം ദർശനം നടത്തിയത് എങ്ങനെ? ഈ പൊങ്കാലയ്ക്ക് മുമ്പ് ദർശനം നടത്താനായിട്ട് വന്നതാണ്. തിരക്ക് കുറയ്ക്കാനായിട്ടല്ലേ പൊങ്കാല ദിവസത്തെ? എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ടോ? കഴിഞ്ഞ വർഷം ഇട്ടില്ലായിരുന്നു. അച്ഛൻ്റെ മരണമൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ പൊങ്കാല അർപ്പിക്കുമ്പോൾ ഒരു അനുഭവം? മനസ്സിൻ്റെ തൃപ്തി, ഒരുപാട് കടാക്ഷങ്ങൾ, അമ്മയുടെ അനുഗ്രഹം കിട്ടാറുണ്ട്. ഇവിടെ അമ്മയുടെ അമ്മ എത്ര നാളായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്? കൊച്ചുനാളിലേ വരും. പിന്നെ പൊങ്കാല നമ്മൾ ഉത്സവം പോലെ നമ്മളിതല്ലേ. പിന്നെ എല്ലാ മാസവും 1-ാം തീയതിയും മലയാള മാസം 1-ാം തീയതിയൊക്കെ ദേവി അപ്പോഴപ്പോഴും വന്നത് അമ്മയെ തൊഴാൻ വരും. എല്ലാ മാസം 1-ാം തീയതി വരും? മലയാള മാസം. ഇത് ഈ പൊങ്കാലയ്ക്ക് മുമ്പ് നേരത്തെ ദർശനം നടത്താം, അങ്ങനെയാണോ? അങ്ങനെ തന്നെ വന്നത്. പൊങ്കാലയ്ക്കാകുമ്പം ഒട്ടും പറ്റിയില്ല. അപ്പം നേരത്തെ വന്ന് ദേവി അമ്മയെ കണ്ടിട്ട് വരാന്നുള്ളത്.
വിനോദ അത് തന്നെയാണ്, പൊങ്കാല സമയമാകുമ്പോൾ വലിയ തിരക്കാണ്. ആ തിരക്ക് സമയത്ത് ദർശനം നടത്തുന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ദർശനം നടത്തി പോകുന്നവർ ഉണ്ട്. ചേച്ചി എവിടുന്നാണ്? സ്റ്റാച്യു പൊങ്കാല ഇടുന്നുണ്ട്. തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു 5-6 വർഷം കൊണ്ട് ഇടുന്നുണ്ട്. അതുപോലെ ഉത്സവ സമയത്ത് ഇതുപോലെ അമ്പലത്തിൽ വരാറുമുണ്ട്. എങ്ങനെയാ അനുഭവം? നല്ല അനുഭവമാണ്. ഓരോ വർഷവും പൊങ്കാല ഇടാൻ ആ ഒരു സമയമാകുമ്പോൾ വല്ലാത്തൊരു ആഗ്രഹമാണ്. അത് നടക്കാതെ വരുമ്പോൾ വളരെയധികം വിഷമവും, പക്ഷേ ഒരു അമ്മയുടെ ആ ഒരു അനുഗ്രഹം കൊണ്ട് അത് സാധിക്കാറുമുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അങ്ങനെ മനസ്സ് വെച്ചോണ്ടാണോ അതോ അല്ലാതെയാണോ? അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തല്ല, നമ്മൾ മനസ്സിൽ ആ ഒരു ഭക്തിയോടുകൂടി ചെയ്യുന്നു, അതറിഞ്ഞ് അമ്മ നമ്മളെ അനുഗ്രഹിക്കുന്നു, അത്രയേ ഉള്ളൂ. ഏതൊക്കെ പൊങ്കാലകൾ ഇടുന്നത്? ഞാൻ ഈ വർഷം പാൽപ്പായസമാണ് ഇടുന്നത്. ചേച്ചി എവിടുന്ന്? ഞാൻ പൂജപ്പുര പൊങ്കാല ഇടുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 5-6 വർഷമായിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. പൊങ്കാല ഇടും, തൊഴാനും വരാൻ പറ്റുന്നുണ്ട്. ദിവസവും വരാറുണ്ടോ? ദിവസവും വരാറില്ല, വരാൻ പറ്റുന്ന സമയങ്ങളിൽ വരും. എങ്ങനെയാണ് അനുഭവം? അനുഭവം നല്ലതാണ്. നമുക്ക് പറ്റുമ്പോൾ വന്നിടും. അത് അമ്മ അനുഗ്രഹിക്കുന്നുണ്ട്, വിഷയമുണ്ട്. അത് തന്നെയാണ് വിനോദ്, പൊങ്കാല അർപ്പിക്കുന്നതിൻ്റെ ഒരു അനുഗ്രഹവും ഒക്കെ അമ്മ അനുഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അത്രത്തോളം ഒരു വലിയ ആത്മനിർവൃതിയിലൊക്കെയാണ് ഈ പൊങ്കാല അർപ്പിക്കാനായിട്ട് ഇവിടേക്ക് ഭക്തരെത്തുന്നത്. അമ്മ എവിടുന്ന് അമ്മ വരുന്നത്? ചെമ്പൂര് കാട്ടാക്കട വെള്ളാട്ട ചെമ്പൂര്. പൊങ്കാലയ്ക്ക് മുമ്പ് ദർശനം നടത്താൻ വന്നതാണോ? അതെ, ഇത്തവണ പൊങ്കാല ഇടുന്നില്ലേ? ഇടണം. എല്ലാ വർഷവും വരണം തന്നെ. കഴിഞ്ഞ വർഷം വന്നില്ല, അമ്മയുടെ സഹായം തന്നെ ഉള്ളത്. ഇവിടെ പൊങ്കാല ഇടുന്നത് സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ടോ? സ്ഥലമൊന്നും പിടിച്ചില്ല. ഇവിടെ പങ്കരത്തെ വരെ ഇവിടെ ചേച്ചിയുടെ ഇവിടെ ഉണ്ട് അടുത്ത്. ബസ്സിലൊന്നും എവിടുന്നാ വരുന്നത്? ചേച്ചി ഞാനിവിടെ അടുത്ത് തന്നെ കല്ലടിമുഖം പൊങ്കാല ഇടുന്നില്ല ഇത്തവണ? ഇടുന്നുണ്ട്. എങ്ങനെ അനുഭവം? ഞാൻ 25 വർഷം കൊണ്ട് ഇടുന്നുണ്ട്. 25 വർഷവും കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്നാണ് ഇടുന്നത്. ഇപ്പം 2 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ താമസം. അപ്പോൾ ഇവിടെ ഇടും. ഞാൻ എൻ്റെ മോന് 5 വയസ്സായപ്പോൾ തൊട്ട് ഇവിടെ അമ്മയെ വിളിക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ അവന് 46 വയസ്സായി. ഇതുവരെ ഒരു മുടക്കത്തിൽ അമ്മ സഹായിക്കാവുള്ളൂ എല്ലാത്തിനും. ഞാൻ എല്ലാ വർഷവും വരും. തുടങ്ങിയപ്പം 101 കലത്തിൽ പൊങ്കാല എല്ലാ കുറേ വർഷം കൊണ്ട് 101 കലത്തിൽ ആദ്യത്തെ ദിവസം തന്നെ കൊടുക്കും. ദേവിയാണ് ഞങ്ങളുടെ എല്ലാം. ഞങ്ങളുടെ ഇതുവരെ ഞങ്ങൾ ഇവിടെ മണക്കാട്ടൊരിടത്താണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത്, കൊറോണയ്ക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇടും. ദേവിയുടെ സഹായം എപ്പോഴും ഉണ്ടാവും. മക്കളെ എല്ലാം തന്നെ ദേവി കാലൊടിഞ്ഞ് കമ്പി ഇട്ടുകൊണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അമ്മയുടെ സഹായം കൊണ്ട് തോറും വരണം. കാലൊടിഞ്ഞതിന് ശേഷം ഇതുവരെ മുടക്കമില്ല. ഇപ്പം പൊങ്കാലയ്ക്ക് മുമ്പ് ദർശനം നടത്താൻ വന്നതല്ലേ? പ്രശ്നത്തിന് വന്നത്. ആ തിരക്ക് ഒഴിവാക്കാനായിട്ട്. അങ്ങനെയാണ് വന്നത്. പ്രാർത്ഥിച്ചോ? അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നത്. അമ്മ തന്നെ എനിക്ക് സഹായമാണ്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ വേണ്ട കാലിൽ കമ്പി ഇട്ടിട്ട് നിൽക്കുകയാണ്. അതാണ് പ്രശാന്ത്, കാലിൽ കമ്പിയിട്ട് വരെ നിൽക്കുന്ന അമ്മമാരാണ് അവിടെ ഉള്ളത്. പ്രശാന്ത് ചോദിക്കുമ്പോൾ അമ്മമാരുടെ വാക്കുകളിൽ ആ ഭക്തി പ്രകടമാണ്. അഞ്ജന, 25 വർഷമായിട്ട് വരെ, 1/4 നൂറ്റാണ്ടായി വരെ പൊങ്കാല ഇടുന്ന അമ്മമാർ ഈ കൂട്ടത്തിലുണ്ട്, സ്ത്രീകളുണ്ട്. എത്രമാത്രം ഭക്തിയോടുകൂടിയാണ് അവർ ആറ്റുകാലമ്മയെ തൊഴുത് പ്രാർത്ഥിച്ച് അവരുടെ മനസ്സിൽ ദേവിയെ കുടിയിരുത്തി ഒക്കെ എല്ലാ വർഷവും പൊങ്കാല അർപ്പിക്കുന്നത് അല്ലേ? അത് തന്നെയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത്.